ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് എറണാകുളത്തേക്കുള്ള യാത്രയാട്ടോ. ഞാൻ ബസ്സിലിപ്പോൾ നേരെ പോകുന്നത് കണ്ണൂരേക്കാണ്. കണ്ണൂർ പോയിട്ട് അവിടുന്ന് റെയിൽവേ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്യാൻ എനിക്ക് കുറച്ച് തിരക്കുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അതുപോലെ അനുസരിച്ചിട്ട് റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് വെയിറ്റ് ചെയ്ത സമയത്ത് ഇങ്ങനെ എടുക്കുമ്പോൾ ഒരാൾ ഓടിപ്പോകുന്നു. വേറെ ആരും അല്ലൊക്കെ ആട്ടോ ടിക്കറ്റ് എടുക്കാൻ പോവാണ്. എന്നെ വരെ തിരിഞ്ഞു നോക്കിയില്ല ഗൈസ്. അതിന് ശേഷം ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ മൂപ്പർ നടക്കുന്ന സ്ഥാനത്ത് ഞാൻ ഓടിയാൽ മാത്രമേ മൂപ്പറെ കൂടെ എത്തുള്ളൂ കേട്ടോ. പിന്നെയെന്ന് വെച്ചാൽ ഈ ഒരു ട്രെയിൻ എൻ്റെ അപ്പോൾ എനിക്ക് ഇഷ്ടമല്ല. ഇങ്ങനെ ഇരിക്കുമ്പോൾ ബാക്കോട്ടൊക്കെ ട്രെയിൻ പോക്ക്. പിന്നെ എന്ത് ചെയ്യണം, നല്ല വിശപ്പുണ്ടെന്ന് എനിക്ക് വിളിച്ചപ്പോൾ പറഞ്ഞായിരുന്നു. അപ്പോൾ പ്രതീക്ഷിക്കാതെ എനിക്ക് നല്ല ചൂട് ബിരിയാണിയൊക്കെ വാങ്ങിയിട്ടാട്ടോ മൂപ്പർ വന്നിട്ടുണ്ടായിരുന്നത്. നല്ല ചൂട് ബിരിയാണിയും നല്ല വാഴയിലയിലും പൊതിഞ്ഞിട്ടുള്ള ടേസ്റ്റ് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും ഇഷ്ടമായിരിക്കും അല്ലേ. അപ്പോൾ ആ വിശപ്പിൻ്റെ ആ ഒരു കാഠിന്യം കൊണ്ടാണോന്ന് അറിയില്ല, ഫുള്ളും കഴിച്ചു വേണമെന്ന് വരെ ഞാൻ ചോദിച്ചില്ല കാനോട്. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ടൊന്ന് റിലാക്സ് ചെയ്തിരിക്കുമ്പോൾ അത്യാവശ്യം തിരക്കൊക്കെ ഇങ്ങനെ കൂടി വരുന്നുണ്ടായിരുന്നു. പിന്നെ നമുക്ക് സീറ്റ് കൊണ്ടിട്ട് വലിയ കുഴപ്പമില്ല. പിന്നെ ഉണ്ടായ ടെൻഷൻ എന്ന് വെച്ചാൽ ഇനി ഈ ബാഗെല്ലാം കൂടി എൻ്റെ തലയിലേക്ക് വീഴുമെന്നുള്ളതായിരുന്നു കേട്ടോ. എത്ര കഴിക്കേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ ആയിരിക്കും എന്തോ ആകുന്നത്. അപ്പം കുറച്ച് കടലയും ഈ ഒരു കോഫിയും മാത്രം വാങ്ങി കഴിച്ചു കേട്ടോ. ഈ ഒരു സീറ്റ് ആയതുകൊണ്ടാണെന്ന് അറിയില്ല, എനിക്ക് ഭയങ്കര ചടപ്പായിരുന്നു കേട്ടോ ഈ ഒരു യാത്ര എന്ന് പറഞ്ഞത്. പിന്നെ ആയിരിക്കാം ശക്തി നോക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ അവിടെ ഭയങ്കര അടിയായിരുന്നു ഗൈസ്. ലാസ്റ്റ് എനിക്ക് നല്ല വേദനിച്ചു കൂട്ടാ. പിന്നെ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ ഒരു ഫോട്ടോ എടുത്താലോ ഒന്ന്. മൂപ്പർക്ക് വീഡിയോ ആണെന്ന് മനസ്സിലായതുകൊണ്ടാണെന്ന് അറിയില്ല, എന്നെ തുറിച്ച് നോക്കുന്നുണ്ടായിരുന്നു ഗൈസ്. എറണാകുളത്ത് എത്തുമ്പോൾ ഈ ഒരു വെള്ളം ഫിനിഷ് ആക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ ടോയ്ലറ്റിൽ പോകുന്ന കാര്യം ഓർക്കുമ്പോൾ പിന്നെ വെള്ളം കുടിക്കാനും തോന്നാത്തൊരവസ്ഥയായിട്ടാണ്. ഫൈനലി എറണാകുളത്ത് എത്തിയ സമയത്ത് ഞാൻ ഈ ഒരു മുടി കണ്ടിട്ടാട്ടോ ശ്രദ്ധിച്ചത്. നമ്മൾ ഉടൻപണ അവതരിപ്പിക്കുന്ന കല്ലും മാത്തും ഇല്ലേ, നമ്മൾ കല്ലൂനാട്ടോ കണ്ടേ, മാത്തൂനെ കണ്ടിട്ടില്ല. രണ്ടാളെയും കാണാൻ ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. നല്ല കൂൾ മൈൻഡ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ്. ലാസ്റ്റ് ഷെയ്ക്കാൻ്റെ ഒക്കെ തന്ന് നോക്കിയ ബൈയൊക്കെ പറഞ്ഞ് പിരിഞ്ഞു. പിന്നെ ട്രെയിനൊക്കെ ഇറങ്ങിയൊക്കെ ഉക്ക പറഞ്ഞു എന്താ പറയുക, ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ, നമുക്കൊന്ന് തേരാപ്പാറ നടന്നിട്ട് വരാമെന്ന്. പിന്നെ ഒരു സ്പ്രൈറ്റും വാങ്ങി നേരെ വിട്ട് നമ്മൾ എടപ്പള്ളി നമ്മൾ മെട്രോയിലേക്ക് കയറിപ്പോയി. പോയ സമയത്ത് എൻ്റെ ഫ്രണ്ടിനെ മീറ്റ് ചെയ്യണം. അപ്പോഴൊക്കെ പറഞ്ഞു നമുക്കൊന്ന് ലുലുമാളൊന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങിയതാട്ടോ. അവിടെ നിന്ന് കാണുന്ന നല്ല നേരെയുള്ള ആ ഒരു നൈറ്റിലെ വ്യൂ ആയത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഫുൾ റെഡ് ലൈറ്റൊക്കെ ആയിട്ടുള്ള വണ്ടിയുടെ. അങ്ങനെ പിന്നെ എന്താ പറയുക, അവിടെ നിന്ന് കുറേ ഇത്തരം ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളെടുത്ത് ഇങ്ങനെ നടന്നു പോയി. അതിൻ്റെ ഇടയിലേക്ക് ഒരു ചായ കുടിച്ചിട്ടാണ്, ഞാൻ കുടിക്കാൻ നിന്നിട്ടൊന്നുമില്ല. ഓൾറെഡി വയർ ഫുള്ളായിരുന്നു ഗൈസ് വെള്ളം കുടിച്ചിട്ട്. അങ്ങനെ നമ്മളെ ചങ്ങായിനെ അവിടെ നിന്ന് മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളവിടെ നിന്ന് കുറേ സൊറ പറഞ്ഞിട്ട് പിന്നെ നടന്നു. പിന്നെ അവളെ ഹസ്ബൻഡിന് നല്ലൊരു ഷോപ്പ് ഉണ്ടായിരുന്നു ഇവിടെ. നമ്മളിവിടുത്തെ അപ്പം മിക്സും അപ്പം പൊളിച്ചലും പോലെയുള്ള അവിടുത്തെ ഫേമസ് ആയിട്ടുള്ളൊരു ഐറ്റമാണ് ഈ ഒരു പുട്ടും ചിക്കൻ എന്ന് പറയുന്നത് കേട്ടോ. ഒന്നും നോക്കിയില്ല, അത് തന്നെ ട്രൈ ചെയ്തു. ഇതിൻ്റെ കൂടെ പിന്നെ ബ്രെഡും നല്ലൊരു സ്റ്റൂ അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. പിന്നെ അതൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ നേരെ റൂമിലേക്ക് ആട്ടോ പോയിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഞാൻ 5 വർഷം ആയോ എന്ന് തോന്നുന്നു കാണാത്തത്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുറേ സംസാരിച്ചതാക്കിയിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ നാളത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ഒരു വിശേഷം ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇങ്ങോട്ട് സപ്പോർട്ട് ചെയ്യണേ, ഞാൻ എന്തായാലും തീർച്ചയായിട്ടും അങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഓക്കെ, ബൈ.